വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയാൽ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അന്ന് അറേബ്യയിൽ അവിടുത്തെ ജനങ്ങൾ ചെയ്തൊരു ഏർപ്പാടാണ് ജിന്നുകളോട് സഹായം തേടൽ, ജിന്നുകളോട് അഭയം തേടൽ. അതവരുടെ പതിവാണ്. റാഫി ഇബ്നു ഉമൈറിന്റെ ചരിത്രത്തിൽ തന്നെ കാണാം. റാഫി ഒരു വിജനമായ പാതയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു മരുഭൂമിയിൽ എത്തപ്പെട്ടു പോയി. അവിടെ ഒട്ടകത്തെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്നതിന് മുമ്പ് റാഫി പറഞ്ഞു, ഔദു ബിഅളീമി ഹാദൽ വാദി മിനൽ ജിന്നി, ഈ പ്രദേശത്തുള്ള ജിന്നുകളിൽപ്പെട്ട നേതാവിനോട് ഞാൻ കാവല് തേടുന്നു, അഭയം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടകത്തൊരു ഭാഗത്തെ അവിടെ നിർത്തിയിട്ട് റാഫി ഇബ്നു ഉമൈർ ഉറങ്ങുകയാണ്. ഉറങ്ങി അല്പം സമയം കഴിഞ്ഞതാണ്. അപ്പയാണ് ഒരു സ്വപ്നം കാണുന്നു. ഫറഅയ്തു ഫീ മനാമി റജുലാ, ഉറക്കിൽ ഒരു യുവാവിനെ, ഒരു മനുഷ്യനെ സ്വപ്നം കാണുകയാണ്. ബിയദിഹി ഹർബത്തുൻ യുരീദു അൻ യളഅഹാ ഫീ നഹരി നാഖതി, എന്റെ ഒട്ടകത്തിന്റെ മുതുകിലേക്ക് കുത്താൻ പാകത്ത് ഒരു കുന്തവുമായി കൊണ്ടൊരു മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നു. ഒട്ടകത്തിന് നേരെ ചീറി അടുക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ഉറക്കില്ലെന്ന് ഞെട്ടി ഉണർന്നു. എന്നിട്ട് ഫനളർതു യമീനം വശിമാലാ ഫലം അറാ ശൈആ, ഇടതും വലതും ഞാൻ തിരിഞ്ഞു നോക്കി, ആരെയും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. വീണ്ടും ഞാൻ ഉറക്കിലേക്ക് തന്നെ കിടക്കുകയാണ്. പഴയതുപോലെ വീണ്ടും സ്വപ്നം കാണുന്നു. അതേ സ്വപ്നം. പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഞാൻ എന്റെ ഒട്ടകത്തിന്റെ ഭാഗത്തേക്കൊന്ന് നോക്കി. വൈദാ ബിറജുലിൻ ശാബ്ബുൻ, ഒരു യുവാവ്, കല്ലദീ റഅയ്തുഹു ഫിൽ മനാമി ബിയദിഹി ഹർബത്തുൻ, ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ കയ്യിൽ ഒരു കുന്തമുണ്ട്. ഒട്ടകത്തെ അയാൾ ആക്രമിക്കാൻ വേണ്ടി തുനിയുകയാണ്. ഒട്ടകത്തിനെ കുത്താൻ വേണ്ടി വന്നതോ അതാ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ അവിടെ കാണുകയാണ്. അദ്ദേഹം അതാ മനുഷ്യനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലാണ്. ഈ ഒട്ടകത്തെ നീ ഉപദ്രവിക്കാൻ പാടില്ല, നിനക്കതാ 3 പോത്തുകൾ ഇങ്ങോട്ട് കടന്നു വരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ 3 പോത്തുകളെ കണ്ടോ, അതിലേതെങ്കിലും ഒന്നിനെ പിടിച്ചോളൂ. ആ വന്ന മനുഷ്യ, യുവാവ്, ആ 3 പോത്തുകളിൽ നിന്നൊരു പോത്തിനെയുമായി കൊണ്ട് പോവുകയാണ്. ആ പോത്തുമായിട്ട് അവർ പോവുകയാണ്. എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ കണ്ട് എന്നോട് ആ വൃദ്ധനായ മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, നീ ഇനി മുതൽ ജിന്നുകളോട് സഹായം തേടാൻ പാടില്ല. ഇനി മുതൽ നീ സഹായം തേടേണ്ടത് ഔദു ബിറബ്ബി മുഹമ്മദ്, നീ ഇനി മുതൽ പറയേണ്ടത് മുഹമ്മദിന്റെ നാഥനോട് സഹായം തേടണം. ഔദു ബിറബ്ബി മുഹമ്മദ് എന്ന് പറയണം. മിൻ ഹൗലി ഹാദൽ വാദി വലാ തഉദു ബിഅഹദി മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്ന് ഒരാളോടും നീ സഹായം തേടാൻ പാടില്ല, കാവല് തേടാൻ പാടില്ല. ജിന്നുകളൊക്കെ നാമാവിശേഷമായിരിക്കുകയാണ്. ഫഖദ് ബത്തല, അവരൊക്കെ നശിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ജിന്നുകളോട് സഹായം തേടരുതേ, ജിന്നുകളോട് കാവല് തേടരുതേ. ഔദു ബിറബ്ബി മുഹമ്മദ് എന്നേ പറയാവൂ, മുഹമ്മദിന്റെ റബ്ബിനോട് കാവല് തേടുന്നു എന്നേ പറയാവൂ. ഫഖുൽതു ലഹു, ഞാൻ ചോദിക്കുകയാണ്. റാഫി ഇബ്നു ഉമൈർ പറയുകയാണ്, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, വമൻ മുഹമ്മദു ഹാദാ, ഈ മുഹമ്മദ് ആരാണ്? നിങ്ങൾ പരിചയപ്പെടുത്തുന്ന മുഹമ്മദ് ആരാണ്? അപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, നബിയുൻ അറബിയുൻ, അറബിയായ മനുഷ്യനാണ്. വലാ ശർഖിയുൻ വലാ ഗർബിയുൻ, ബഅസ യൗമൽ ഇത്നൈൻ, അയാൾ ഒരു പാശ്ചാത്യനല്ല, ഒരു കിഴക്കനല്ല, അറബിയായ മനുഷ്യനാണ്. തിങ്കളാഴ്ച ദിവസം നിയോഗിക്കപ്പെട്ട മനുഷ്യനാണ്. തിങ്കളാഴ്ച ജനിച്ച ഒരു മനുഷ്യനാണ് മുഹമ്മദ്. അപ്പോൾ റാഫി ഇബ്നു ഉമൈർ പറയാണ്, ഞാൻ ചോദിച്ചു ആ മനുഷ്യനോട്, ഐന മസ്കനഹു, അയാൾ എവിടെയാണ് താമസിക്കുന്നത്, അയാളുടെ നാടേതാണ്? അയാള് പറഞ്ഞു, യസ്രിബ് പനകളുള്ള യസ്രിബ് എന്ന് പറയുന്ന മദീനയാണ് അയാളുടെ നാട്. മദീനയിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം മുഹമ്മദിനെ.
ഇത് പറഞ്ഞതും അയാൾ പുറപ്പെടുകയാണ്. ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ട് നേരെ ദുഃഖിക്കായ മദീനയിലേക്ക് പുറപ്പെടുകയാണ്. മദീനയിലേക്ക് അങ്ങ് ചെന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ അങ്ങ് കണ്ടപ്പോൾ ഫറാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളെ ഞാനങ്ങ് കണ്ടപ്പോൾ ഫഹദ്ദസനി ബിഹദീസി, എനിക്ക് സംഭവിച്ച കഥകൾ മുഴുവനും പ്രവാചകൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ്. ഖബ്ലൻ അദ്കുറ മിൻഹു ശൈആ, ഒരു കാര്യവും ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നതിന് മുമ്പേ പ്രവാചകൻ എന്നോട് പറയുകയാണ് എല്ലാ കഥകളും. വദാനീൽ ഇസ്ലാം, എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് പ്രവാചകൻ ക്ഷണിക്കുകയാണ്. ഫഅസ്ലംതു, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മുസ്ലിമാവുകയാണ്. റാഫി ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഈ സംഭവം പറഞ്ഞപ്പോൾ ഈ സംഭവത്തെ കുറിച്ചിട്ട് ബഹുമാനപ്പെട്ട സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ നറാ അന്നഹു ഹുവല്ലദീ അൻസലല്ലാഹു ഫീഹി, ഈ സംഭവം ഉണ്ടല്ലോ റാഫി ഇബ്നു ഉമൈറിന്റെ സംഭവം, ഇത് ഞങ്ങൾ അറിഞ്ഞപ്പോൾ സ്വഹാബികൾക്കിടയിൽ ഞങ്ങൾ അഭിപ്രായപ്പെട്ടിരുന്നു, ഇത് കാരണമാണ് സൂറത്തുൽ ജിന്നിന്റെ 6ാമത്തെ ആയത്ത് ഇറങ്ങാനുള്ള കാരണമെന്ന്. എന്താണ് സൂറത്തുൽ ജിന്നിലെ 6ാമത്തെ ആയത്ത്? വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫദാദൂഹും റഹഖാ, وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിലെ 6ാമത്തെ ആയത്ത്. എന്താണ് ആയത്തിൽ പറഞ്ഞത്? നിശ്ചയം മനുഷ്യരിൽ നിന്ന് ചിലർ ജിന്നുകളിൽപ്പെട്ട ചിലരോട് കാവല് തേടിയിരുന്നു, എന്നിട്ട് ആ ജിന്നുകൾ ഇവർക്ക് ഭയം അധികരിപ്പിച്ചിരുന്നു എന്ന അർത്ഥം വരുന്ന സൂറത്തുൽ ജിന്നിന്റെ 6ാമത്തെ ആയത്ത് ഇറങ്ങാനുള്ള കാരണം ഈ സംഭവമാണെന്ന് സ്വഹാബികളിൽപ്പെട്ട പലരും അഭിപ്രായപ്പെട്ടിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെ ചില ആളുകളൊക്കെ ജിന്നുകളോട് സഹായം തേടിയിരുന്നു.